Welcome to Success Academy YouTube channel. അപ്പോൾ നമുക്ക് ഇന്നത്തെ current affairs എന്തൊക്കെയാണെന്ന് നോക്കാം. Moving on to the first question. Which of the following state has received the best state award for promoting the empowerment of person with disabilities? ഏത് സ്റ്റേറ്റിനാണ് best state award for promoting the empowerment of person with disabilities award ലഭിച്ചതെന്നാണ് question. ഇത് തമിഴ്നാട് ഗവൺമെന്റ് ആണ് ലഭിച്ചത്. ഈ അവാർഡ് നൽകുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഈ അവാർഡ് നൽകുന്നത്. ഈ അവാർഡ് നൽകിയത് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ചിട്ടാണ്. ഡിസംബർ 3-ാം തീയതിയാണ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് തമിഴ്നാട് ഗവൺമെന്റ് ഈ അവാർഡ് നൽകിയത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. തമിഴ്നാട് ഗവൺമെന്റ് ആണ് ബെസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് ഫോർ പ്രൊമോട്ടിംഗ് ദ എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അവാർഡ് ലഭിച്ചത്. നൗ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to the Organization for Economic Cooperation and Development, what is the GDP growth projection for India for the financial year 2022? Financial year 2022 ഇന്ത്യയുടെ GDP projection എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. OECD സെപ്റ്റംബർ 2021 റിലീസ് ചെയ്ത അനുസരിച്ച് ഇന്ത്യയുടെ GDP പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 9.7% ആണ്. റീസെൻ്റ് ആയിട്ട് അവരിത് റിവ്യൂ ചെയ്തു. ആണ്. അവരതൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. 9.4% ആയിട്ടാണ് ഇപ്പോൾ അവർ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2022 ഇന്ത്യയുടെ GDP പ്രൊജക്ഷൻ പ്രഡിക്റ്റ് ചെയ്തേക്കുന്നത് 9.4% ആണ്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ ആണ്. ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023 ഇന്ത്യയുടെ GDP പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 8% ആണ്. 8% ആണ്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ റിലീസ് ചെയ്തേക്കുന്ന ഇന്ത്യയുടെ GDP പ്രൊജക്ഷൻ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023 എന്ന് പറയുന്നത് 8% ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.4% ആണ്. ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2022 ഇന്ത്യയുടെ GDP പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 9.4%. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ 9.4%. ഈ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ്. Now moving to the next question. Who among the following was appointed as the strategic group advisor of OYO? OYOന്റെ strategic group advisor ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. രജനീഷ് കുമാറിനെയാണ്. നേരത്തെ SBIയുടെ ചെയർമാൻ ആയിരുന്ന രജനീഷ് കുമാറിനെയാണ് OYOന്റെ strategic group advisor ആയിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. So our option is option B. Now moving on to the fourth question. To launch UPI-based CSC Pay, which organization signed an MOU with the Common Service Center? Common Service Centersുമായിട്ട് ഒരു MOU സൈൻ ചെയ്തത് തന്നിരിക്കുന്നതിൽ ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. റെയിൽടെൽ ആണ്. റെയിൽടെല്ലും കോമൺ സർവീസ് സെൻറ്റേഴ്സുമായിട്ടാണ് ഒരു MOU സൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു MOU സൈൻ ചെയ്ത് അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് അവർ CSC Pay എന്ന് പറയുന്ന ഒരു UPI ബേസ്ഡ് ആപ്ലിക്കേഷനൊക്കെ ലോഞ്ച് ചെയ്തത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. റെയിൽടെല്ലും CSC Payയുമായിട്ടാണ് കോമൺ സർവീസ് സെൻറ്റേഴ്സുമായിട്ടാണ് ഒരു MOU സൈൻ ചെയ്തേക്കുന്നത്. നൗ മൂവിങ് ഓൺ ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Who among the following was selected as the chairperson of ICAI's Quality Review Board? ICAI's Quality Review Boardന്റെ ചെയർപേഴ്സൺ ആയിട്ട് തന്നിരിക്കുന്നതിൽ ആരെയാണ് സെലക്ട് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഷെഫാലി ഷാ. ഷെഫാലി ഷായിനെയാണ് ICAIയുടെ ക്വാളിറ്റി റിവ്യൂ ബോർഡിലെ ചെയർപേഴ്സൺ ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ ഷെഫാലി ഷാ. Now moving on to the sixth question. Who among the following was selected as the Impact Person of the Year 2020? Impact Person of the Year 2020 അവാർഡ് ആർക്കാ ലഭിച്ചേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ITസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാനായ സഞ്ജീവ് പുരിക്കാണ് ഈ അവാർഡ് ലഭിച്ചത്.
അദ്ദേഹം ഈ അവാർഡ് ഫാമേഴ്സിനും റൂറൽ കമ്മ്യൂണിറ്റിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇവരോട് വർക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ITCക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. സോ ഹി ഹാസ് ഡെഡിക്കേറ്റഡ് ദിസ് അവാർഡ് ടു ഫാമേഴ്സ് ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റി. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, സഞ്ജീവ് പുരി. Now moving on to the next question. When the Indian Navy Day was observed? എന്നാണ് ഇന്ത്യൻ നേവി ഡേ ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. December 4th. 4th ഡിസംബറിനാണ് ഇന്ത്യൻ നേവി ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഇന്ത്യൻ നേവി ഫൗണ്ട് ചെയ്തത് 26 ജാനുവരി 1950 ഇന്ത്യൻ നേവി ഫൗണ്ട് ചെയ്തത്. ഇന്ത്യൻ നേവി 4th ഡിസംബർ എന്താണ് ഇന്ത്യൻ നേവി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1971 ഇന്ത്യൻ നേവി പാകിസ്ഥാനെതിരായിട്ട് ഒരു ഓപ്പറേഷൻ ട്രിഡന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തായിരുന്നു. അതിൽ ഇന്ത്യൻ നേവി വിൻ ചെയ്തായിരുന്നു. സോ അത് കൊമോമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നേവി 4th ഡിസംബർ ഇന്ത്യൻ നേവി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ വർഷത്തെ ഇന്ത്യൻ നേവി ഡേയുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണിം വിജയ് വർഷം എന്നാണ് ഈ വർഷത്തെ ഇന്ത്യൻ നേവി ഡേയുടെ തീം എന്ന് പറയുന്നത്. ഈ വർഷം 50ാമത്തെ ഇയർ ആണ്. ആ ഓപ്പറേഷൻ ട്രൈഡന്റ് കഴിഞ്ഞിട്ട് 50 വർഷമായി. സോ ഈ വർഷം 50th ഇയർ ആണ്. ഈ വർഷത്തെ തീമാണ് സ്വർണിം വിജയ് വർഷം എന്നാണ്. ഇന്ത്യൻ നേവിയുടെ 4th ഡിസംബറിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, 4th ഡിസംബർ. Now moving on to the next question. How much extended timeline was announced by the Union government for the implementation of the Smart Cities Mission? Smart City Mission implementation government ആദ്യം പറഞ്ഞിരുന്നത് 2021 by the end of 2021 കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു. ഇപ്പോൾ 2 വർഷം കൂടി നീട്ടി ചെയ്തുകൊണ്ട് by 2023 അത് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരിക്കും. ആദ്യം സ്മാർട്ട് സിറ്റി പ്രൊജക്ട് ഗവൺമെൻറ് കൊണ്ടുവന്നത് 2015 2015 ഗവൺമെൻറ് സ്മാർട്ട് സിറ്റീസ് എന്ന് പറഞ്ഞ ഈ ഒരു മിഷനെ കുറിച്ച് അനൗൺസ് ചെയ്തത്. 2016 2018 2 ഘട്ടത്തിലായിട്ടാണ് സ്മാർട്ട് സിറ്റീസ് സെലക്ട് ചെയ്തത്. ഒരു 100 സിറ്റീസ് സ്മാർട്ട് സിറ്റീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തതിൻ്റെ 2 ഫേസിലായിട്ടാണ് 2016 2018. അപ്പം ഒരു 5 വർഷം ടൈം ലൈനാണ് ഗവൺമെൻറ് കൊടുത്തത് സ്മാർട്ട് സിറ്റി മിഷൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട്. അപ്പം 2016 സെലക്ട് ചെയ്ത സിറ്റീസൊക്കെ ബൈ 2021 കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു. ഹൗവർ ഈ കോവിഡ് കാരണം അങ്ങനെ കുറച്ച് കംപ്ലീഷനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. സോ അതുകൊണ്ടാണ് ഗവൺമെൻറ് 2 വർഷം കൂടി നീട്ടി കൊടുത്തിട്ടുണ്ട്. 2 years എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ബൈ 2023 ഈ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. Now moving on to the next question. For high net worth individual investors, which of the following firm launched a portfolio management service marketplace? High net worth individual investors-ന് വേണ്ടിയിട്ട് ഒരു portfolio management service പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഫേം ആണ് ലോഞ്ച് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. പേടിഎമ്മിൻ്റെ സബ്സിഡിയറിയായ പേടിഎം മണിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഫോർ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഫോർ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നത് പേടിഎമ്മിൻ്റെ സബ്സിഡിയറിയായ പേടിഎം മണിയാണ്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, പേടിഎം മണി. Now moving on to the last question. For urban primary healthcare usage across India, how much loan amount was received by the Asian Development Bank from the Japan Fund for Poverty Reduction? Japan Fund for Poverty Reduction ൽ നിന്നും ഇന്ത്യയിലെ അർബൻ പ്രൈമറി ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിന് കുറച്ച് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ.
15 crore rupees ആണ് ജപ്പാൻ ഫണ്ട് ഫോർ പോവർട്ടി റിഡക്ഷനിൽ നിന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന് ലഭിച്ചേക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി 15 crores. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.